ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ. ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ. ഇന്റേണൽ റീകൺസ്ട്രക്ഷന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിൽ വരുന്ന ഒരു ചോദ്യമുണ്ട്, വാട്ട് ഈസ് ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ? രണ്ട് വേർഡ്സ് ആണ്, ഇന്റേണൽ പ്ലസ് റീകൺസ്ട്രക്ഷൻ. നമ്മളിത് പഠിക്കുന്നത് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിലാണ്. അപ്പോൾ ഒരു കമ്പനിയെ സംബന്ധിച്ച കാര്യമാണ്. അപ്പോൾ നമുക്ക് നോക്കാം, ഇന്റേണൽ എന്ന വാക്കിന്റെ മീനിങ് എന്താ? വിത്തിൻ. കമ്പനിയെ സംബന്ധിച്ചായതുകൊണ്ട് വിത്തിൻ ദ കമ്പനി. റീകൺസ്ട്രക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ റീ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ റീബിൽഡിംഗ്. നമ്മളൊന്ന് പുനഃക്രമീകരണം നടത്തുകയാണ്. അപ്പോൾ ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ, വാട്ട് ഈസ് ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ? ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ മീൻസ് ദ റീഓർഗനൈസേഷൻ ഓഫ് ദ എക്സിസ്റ്റിംഗ് ഫൈനാൻഷ്യൽ സ്ട്രക്ചർ ഓഫ് എ കമ്പനി വിതൗട്ട് ഫോമിംഗ് എ ന്യൂ കമ്പനി. അതായത് നിലവിലുള്ള ഒരു കമ്പനിയുടെ ഫൈനാൻഷ്യൽ സ്ട്രക്ചർ അതിലൊരു മാറ്റം വരുത്തുക, അതൊന്ന് പുതുക്കി പണിയുക, റീബിൽഡ് ചെയ്യുക, റീകൺസ്ട്രക്ട് ചെയ്യുക. അതായത് ഇന്റേണൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ സംഭവിക്കും. ഇവിടെ പുതിയ കമ്പനി ഒന്നും ഫോം ചെയ്യുന്നില്ല. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കമ്പനിയുടെ ഇന്റേണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ സ്ട്രക്ചറിൽ ഒരു മാറ്റം വരുത്തുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് കൺസ്ട്രക്ഷൻ എന്നല്ല, റീകൺസ്ട്രക്ഷനാണ്. ഓക്കെ, എന്താണ് കൺസ്ട്രക്ഷനും റീകൺസ്ട്രക്ഷനും തമ്മിലുള്ള ഡിഫറൻസ്? കൺസ്ട്രക്ഷൻ മീൻസ് എന്താ? നമ്മൾ ബിൽഡ് ചെയ്യുന്നു, കൺസ്ട്രക്ട് ചെയ്യുന്നു, ഓർഗനൈസ് ചെയ്യുന്നു, ഒന്നുമില്ലായ്കയിൽ നിന്ന് അല്ലെങ്കിൽ നത്തിങ്, അതിൽ നിന്നാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. പക്ഷെ റീകൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, എന്തോ ഉണ്ടായിരുന്നു അതിനെ നമ്മൾ പുതുക്കി പണിയുക. അതായത് എനിക്കൊരു പഴയ വീടുണ്ട്, ആ വീടിലെ ഓടൊക്കെ പൊളിച്ചു മാറ്റി ഞാൻ കുറച്ച് പില്ലറും കോളം ബീമൊക്കെ കൊടുത്ത ശേഷം അതൊന്ന് കോൺക്രീറ്റ് ചെയ്യുക. അതാണ് റീകൺസ്ട്രക്ഷൻ, പുതുക്കി പണിയൽ. അതേസമയം കൺസ്ട്രക്ഷൻ എങ്ങനെയാ? ഒരു പുതിയ വീട് പണിയാണെങ്കിൽ അതിനെ കൺസ്ട്രക്ഷൻ എന്ന് പറയാം. അപ്പോൾ ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ അതിന്റെ മീനിങ് ഇതാണ്. ഒരു കമ്പനിയെ സംബന്ധിച്ചാണെങ്കിൽ ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ മീൻസ് ദ റീഓർഗനൈസേഷൻ ഓഫ് ദ എക്സിസ്റ്റിംഗ് ഫൈനാൻഷ്യൽ സ്ട്രക്ചർ. ഇപ്പോൾ ഒരു സ്ട്രക്ചർ ഉണ്ട്, അത് മാറ്റം വരുത്തുക. ഓഫ് എ കമ്പനി വിതൗട്ട് ഫോമിംഗ് എ ന്യൂ കമ്പനി. ഒരു പുതിയ കമ്പനി ഫോം ചെയ്യാതെ തന്നെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബിസിനസിന്റെ ഇപ്പോഴുള്ള ഫൈനാൻഷ്യൽ സ്ട്രക്ചറിനെ ഒന്ന് പുതുക്കി പണിയുന്നു. വിത്തിൻ ദ കമ്പനി, ഇന്റേണൽ കമ്പനിക്കകത്ത് തന്നെ സംഭവിക്കുന്ന കാര്യമാണ് റീകൺസ്ട്രക്ഷൻ ആണ്. പുതുക്കി പണിയുക അല്ലെങ്കിൽ റീബിൽഡിംഗ് ആണ്. അതായത് ഒന്നുമില്ലായ്കയിൽ നിന്നല്ല, ഇപ്പോഴുള്ളതിനെയാണ് ഇവിടെ മാറ്റം വരുത്തുന്നത്. കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ആയതുകൊണ്ട് കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്കാണ് ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ. സോ വാട്ട് ഈസ് ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം പറയാൻ നിങ്ങൾ പ്രാപ്തനാണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇന്റേണൽ പ്ലസ് റീകൺസ്ട്രക്ഷൻ, ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ. ഓക്കെ, വൈ ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ? മറ്റൊരു ചോദ്യമാണ്. ആരും അല്ലെങ്കിൽ ആരുടെയും മനസ്സിൽ വരുന്ന ചോദ്യമാണ്, വൈ ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ? എന്തുകൊണ്ടാണ് ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ? ഓക്കെ, ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു. ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? വാട്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു വാട്ട്. എന്താണ് ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു വാട്ട്. വാട്ട് ഈസ് ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ? ഓക്കെ, രണ്ടാമത്തെ ചോദ്യമാണ് വൈ ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ? എന്തുകൊണ്ടാണ് ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ? വൈ ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ? ഓക്കെ, നമുക്ക് നോക്കാം. നമുക്കൊരു സാഹചര്യം നോക്കാം. ഏതൊരു സാഹചര്യത്തിലാണ് ഒരു ഇന്റേണൽ റീകൺസ്ട്രക്ഷന്റെ ആവശ്യം വരുന്നതെന്ന് നോക്കാം. ഓക്കെ, ഒരു കമ്പനിക്ക് നമുക്കൊരു പേര് കൊടുക്കാം. കമ്പനിക്ക് എന്താണ് പേര് കൊടുക്കേണ്ടത്? കമ്പനിക്ക് നമുക്കൊരു പേര് കൊടുക്കാം. ഇതൊരു കമ്പനിയാണ്. കമ്പനിയുടെ പേരാണ് ABC. കമ്പനിയുടെ പേരാണ് ABC. കമ്പനി ABC സ്റ്റാർട്ട് ചെയ്തത് 2015 കരുതുക. 2015 കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. ABC കമ്പനി സ്റ്റാർട്ട് ചെയ്തത് 2015. അങ്ങനെ കമ്പനി 2015 സ്റ്റാർട്ട് ചെയ്തു, ബിസിനസ് ഒക്കെ നടത്തി. പക്ഷേ കമ്പനിക്ക് ഉണ്ടായത് ലോസാ. കമ്പനി നഷ്ടം ഉണ്ടായി. അങ്ങനെ 2016 അടുത്ത വർഷം, രണ്ടാം വർഷം എന്ത് സംഭവിച്ചു? രണ്ടാം വർഷം പ്രോഫിറ്റ് ഉണ്ടാകുമെന്ന് വിചാരിച്ചു. പക്ഷെ എവിടെയും കമ്പനിക്ക് എന്തുണ്ടായി? കമ്പനിക്ക് വീണ്ടും ലോസ് ഉണ്ടായി. അടുത്ത വർഷം 2017 ശുഭപ്രതീക്ഷയോടെ എല്ലാവരും ഇരിക്കുകയാണ്. കമ്പനിയിലെ ഡയറക്ടേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ് എല്ലാവരും നോക്കിയിരിക്കുകയാണ്. കമ്പനി ലാഭം ഉണ്ടാക്കും, എല്ലാ സാഹചര്യത്തിലും നഷ്ടം വരുമല്ലോ. അങ്ങനെ കമ്പനി ലാഭം ഉണ്ടാവും എന്ന് വിചാരിച്ചു. പക്ഷെ ആ വർഷവും നഷ്ടമുണ്ടായി. 2018 2018 പ്രത്യേകിച്ച് ഒന്നും നോക്കണ്ട, അവിടെയും കമ്പനി ലോസ് ഉണ്ടായി. ഇപ്പൊ കമ്പനിയിൽ ലോസാണ്. സാഹചര്യം എന്താ? കമ്പനിയിൽ ഉണ്ടാകുന്നത് ലോസാണ്, എപ്പോഴും നഷ്ടം മാത്രം. ഇപ്പൊ ഡയറക്ടേഴ്സിന്റെ മനസ്സിലൊക്കെ ചോദ്യം, എങ്ങനെയായിരിക്കാം ഈ ലോസ് ഉണ്ടായത്? എന്തായിരിക്കും അതിന്റെ കാര്യം?
അപ്പോൾ അവരിങ്ങനെ തല പുകച്ച് ആലോചിക്കാൻ തുടങ്ങി കമ്പനിയുടെ ഡയറക്ടേഴ്സ്. അപ്പോൾ അവർക്ക് അതിന്റെ ആൻസർ ഉത്തരം പിടികിട്ടുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് അതിന്റെ ഉത്തരം ഇല്ല. അപ്പോൾ ഈ ഒരു കമ്പനിയായിട്ട് ബന്ധപ്പെട്ട ഒരു എക്സ്പേർട്ടിനെ കാണാൻ അവർ തീരുമാനിച്ച്. നമുക്ക് സാധാരണ സാഹചര്യത്തിൽ നമുക്ക് എന്തെങ്കിലും നമുക്കൊരു രോഗം വന്ന്, അസുഖം വന്ന്, നമുക്കൊരു പനി വന്ന് നമ്മൾ എവിടെ പോകും? ഡോക്ടറെ അടുത്ത് പോകും. അതുപോലെ ഒരു എക്സ്പേർട്ട് കൺസൾട്ടൻസി എടുത്തോ, ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് എടുത്തോ, അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിൽ ഈ ഒരു ഫീൽഡിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു ആളുടെ അടുത്തേക്ക് ചെല്ലുക. എന്താണ് ഞങ്ങളുടെ കമ്പനിയുടെ കുഴപ്പമെന്നറിയാൻ വേണ്ടി അവരോട് ചെല്ലുക. ഒരു എക്സ്പേർട്ട് അല്ലെങ്കിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ സമീപിച്ച്, ഒരു CA-കാരനെ സമീപിച്ച്. എന്നിട്ട് അവരെന്ത് ചോദിച്ച്? എന്തിനാ ചെന്നത്? അവർക്ക് ഹെൽപ്പ് വേണം, സഹായം വേണം. ആർക്കാ സഹായം വേണ്ടേ? കമ്പനിക്ക് സഹായം വേണം. എന്തുകൊണ്ടാണ് ഞങ്ങളുടെ കമ്പനിയിൽ നഷ്ടം? എന്തുകൊണ്ടാണ് ഞങ്ങളുടെ കമ്പനിയിൽ ഇങ്ങനെ ലോസ് ഉണ്ടാകുന്നത്? നിങ്ങൾക്ക് അറിയണമെന്ന് പറഞ്ഞ് ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ സമീപിച്ചു. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിന് ചുമ്മാ പറയാൻ പറ്റുമോ കമ്പനിയിൽ ഇങ്ങനെ നഷ്ടമുണ്ടായതെന്ന്? അദ്ദേഹം എന്തു പറഞ്ഞു? CA-കാരൻ അല്ലെങ്കിൽ CA-കാര് ആളുകളായിരിക്കാം, കൺസൾട്ടൻസി ഫേം ആയിരിക്കാം, എന്തെങ്കിലും ആയിക്കോട്ടെ. അവർ കമ്പനിയോട് പറഞ്ഞ് നിങ്ങൾ എന്ത് കൊണ്ടുവരിക? നിങ്ങളുടെ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് കൊണ്ടുവരാൻ പറഞ്ഞു. കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് എടുത്തുകൊണ്ടുവരാൻ പറഞ്ഞു. ഇപ്പം ABC കമ്പനി നഷ്ടമാണ്. അവർ സഹായം അന്വേഷിച്ച് CA-കാരൻ്റെ അടുത്ത് ചെന്ന് അദ്ദേഹം പറഞ്ഞ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ബാലൻസ് ഷീറ്റ് നോക്കിയിട്ട് ഞങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുമായിരിക്കും. നിങ്ങൾ എന്താണെങ്കിലും നിങ്ങൾ ബാലൻസ് ഷീറ്റ് കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ കമ്പനി എന്ത് ചെയ്ത്? കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് കൊണ്ടുവന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ABC കമ്പനിയുടെ ബാലൻസ് ഷീറ്റ്. ഓക്കെ, എല്ലാവരും ബാലൻസ് ഷീറ്റ് നോക്കുക, വിശദമായിട്ട് നോക്കി മനസ്സിലാക്കുക. ബാലൻസ് ഷീറ്റ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. നമ്മൾ ഇതിന് മുമ്പിലത്തെ ക്ലാസ്സിൽ കണ്ടതാണ് ബാലൻസ് ഷീറ്റ്, അല്ലെങ്കിൽ ബേസിക്കായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കണ്ടതാണ്. ഇപ്പോൾ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് നിങ്ങൾക്ക് കാണാം. ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ലയബിലിറ്റി ഉണ്ട്, അസറ്റ്സ് ഉണ്ട്. അസറ്റുകളുടെയും ലയബിലിറ്റികളുടെയും ടോട്ടൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ബാലൻസ് ഷീറ്റ് സൂക്ഷിച്ച് മനസ്സിലാക്കുക. ഈ ബാലൻസ് ഷീറ്റ് ഒന്ന് നോക്കിയ ശേഷം ആ ചാർട്ടേഡ് അക്കൗണ്ടന്റ് പറഞ്ഞു, നിങ്ങളുടെ കമ്പനിക്കൊരു പ്രോബ്ലം ഉണ്ട്. എന്താ കമ്പനിയുടെ പ്രോബ്ലം? കമ്പനിക്കൊരു ഇഷ്യൂ ഉണ്ട്. കമ്പനി എന്താണ്? സിക്കാണ്. അല്ലെങ്കിൽ കമ്പനിക്ക് ഇഷ്യൂ ഉണ്ട്, കമ്പനി മുന്നോട്ട് പോകാൻ സാധ്യത കുറവാണ്. നിങ്ങളുടെ കമ്പനിക്ക് വിഷയമുണ്ട്, കമ്പനി സിക്കാണെന്ന് പറഞ്ഞു. അപ്പൊ ഇത് കേട്ടപ്പോൾ തന്നെ ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ചെന്ന ആളുകളൊന്ന് പേടിച്ച്, ഞങ്ങളുടെ കമ്പനിക്ക് സിക്കാണ്, അല്ലെങ്കിൽ കമ്പനിക്ക് ഇനി മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. ആ ഒരു സാഹചര്യം അവർക്ക് മനസ്സിലായി. കമ്പനി ഇനി അധികം മുന്നോട്ട് പോകില്ലെന്ന് മനസ്സിലായി. അപ്പൊ അവർ ചോദിച്ച്, എന്താ ഇങ്ങനെ നിങ്ങൾ പറയാൻ കാരണം? നിങ്ങൾ സിക്കാന്ന് പറയുന്നു, വൈ? അതിനൊരു കാരണം വേണമല്ലോ. ചുമ്മാ നിങ്ങൾ സിക്കാന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്താണ് അതിന്റെ കാര്യം എന്ന് പറയാൻ പറ്റും? അപ്പൊ CA-കാരൻ ഒത്തിരി ആലോചിക്കേണ്ടി ഒന്നും വന്നില്ല. അദ്ദേഹം വീണ്ടും ബാലൻസ് ഷീറ്റ് എടുത്ത് അവരെ കാണിച്ചു കൊടുത്ത് നിങ്ങളുടെ ബാലൻസ് ഷീറ്റ് നോക്കാൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾക്കും ബാലൻസ് ഷീറ്റ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ബാലൻസ് ഷീറ്റ് നോക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. കമ്പനിയുടെ സ്റ്റാറ്റസ് ഇവിടെയുണ്ട്. ഓരോ കമ്പനി 2015 സ്റ്റാർട്ട് ചെയ്ത ലോസ് ഉണ്ടാക്കിയേക്കണം 2018. ഓക്കെ, ബാലൻസ് ഷീറ്റ് ചെക്ക് ചെയ്യാം. ബാലൻസ് ഷീറ്റ് നോക്കിയപ്പോൾ തന്നെ ആദ്യം കാണുന്ന അസറ്റുകൾ, മെഷീനറി, ബിൽഡിംഗ്, ഫർണിച്ചർ, ഇതിനൊന്നും നിങ്ങൾ എന്ത് ചെയ്തിട്ടില്ല? കൃത്യമായിട്ടും ഡിപ്രീസിയേഷൻ കൊടുത്തിട്ടില്ല. നിങ്ങൾ ഏത് പ്രൈസിലായിരുന്നോ സ്റ്റാർട്ട് ചെയ്ത് ആ പ്രൈസിൽ തന്നെ എന്തിരിക്കണേ? നിങ്ങളുടെ അസറ്റ്സ് ഇരിക്കണേ. അസറ്റ്സിന് ഓവർ വാല്യൂഡ് അസറ്റുകൾ, ശരിക്കുമുള്ള വിലയല്ല. നിങ്ങൾ വില കൂട്ടിയോ ഒന്ന് കാണിച്ചേക്കണം. അതായത് ഒരു ഫാബ്രിക്കേറ്റ് ബാലൻസ് ഷീറ്റ് ആണ് പറഞ്ഞ് മനസ്സിലാക്കുക. മറ്റൊന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ ലോസ് ഉണ്ടാക്കുന്ന കമ്പനിയാണ്. പക്ഷെ ലോസ് ഉണ്ടാക്കുവാണെങ്കിലും കമ്പനിക്ക് എന്തുണ്ട്? ഗുഡ്വില്ലുണ്ട്. ലോസ് ഉണ്ടാക്കുന്ന കമ്പനിക്ക് ഗുഡ്വില്ല് സാധ്യമാണോ അല്ലയോ? വാട്ട് ഈസ് ഗുഡ്വിൽ? എന്റെ ചോദ്യം ഇതാണ്, വാട്ട് ഈസ് ഗുഡ്വിൽ? ഗുഡ്വിൽ മീൻസ് വാല്യൂ ഓഫ് റെപ്യൂട്ടേഷൻ ഓഫ് ഫേം. ഒരു ബിസിനസിന്റെ റെപ്യൂട്ടേഷൻ, ബ്രാൻഡ്, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ലോയൽറ്റി, ആളുകൾക്ക് ആ ബിസിനസ്സിനോടുള്ള ഇതൊക്കെ കൂടി ഉണ്ടാകുന്നതാണ് ഗുഡ്വില്ല്. എങ്ങനെയാണ് ലോസ് ഉള്ള, അല്ലെങ്കിൽ ഇത്രയും ലോസ് ഈ കമ്പനിക്ക് എങ്ങനെ ഗുഡ്വില്ല് വന്നു? മറ്റൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട, കമ്പനി ലോസാ. P&L അക്കൗണ്ട് അസറ്റ് സൈഡിൽ വന്നതിനർത്ഥം എന്താ? മീനിങ് എന്താ? കമ്പനി ലോസാ. അപ്പൊ കമ്പനി ലോസ് ആയിട്ടിരിക്കുവാണ്. മറ്റൊന്ന് ആണ് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ്. അതൊരു എന്താ ഫിക്ടീഷ്യസ് അസറ്റ്. ഇപ്പൊ കമ്പനിയിൽ ഇല്ലാത്തൊരു ഗുഡ്വില്ല് ഉണ്ടാക്കി കാണിച്ചിരിക്കുന്നു. അസറ്റുകൾ റിവാലുവേഷൻ നടത്തിയിട്ടില്ല. അതുപോലെ ഫിക്ടീഷ്യസ് അസറ്റ് ഇരിക്കുന്നു. വാട്ട് ഈസ് ഫിക്ടീഷ്യസ് അസറ്റ്? ഫിക്ടീഷ്യസ് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അതിന് എക്സാമ്പിൾസ് നമ്മൾ കണ്ടായിരുന്നു, ലാസ്റ്റ് ക്ലാസ്സിൽ കണ്ടായിരുന്നു. നോ വാല്യൂ അസറ്റ്സാ, അല്ലെങ്കിൽ ഇത് എഴുതി തള്ളണ്ട, റൈറ്റ് ഓഫ് ചെയ്തിട്ടില്ല. അതുപോലെ അക്യുമുലേറ്റഡ് ലോസസ്, ബിസിനസ് ലോസ് ഇരിക്കുക.
അപ്പൊ ഇതൊക്കെയാണ് കമ്പനിയുടെ കുഴപ്പം. കമ്പനിയുടെ ഏറ്റവും വലിയ കുഴപ്പം എന്ന് പറഞ്ഞാൽ അസറ്റ് സൈഡ് നോക്കിയപ്പോൾ തന്നെ ഏകദേശം കാര്യങ്ങൾ തീരുമാനമായി. അസറ്റുകളൊന്നും റിവാല്യൂ ചെയ്തിട്ടില്ല, ഡിപ്രീസിയേഷൻ കൊടുത്തിട്ടില്ല. മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഇല്ലാത്തൊരു ഗുഡ് വില്ല് ഉണ്ടാക്കി കാണിച്ചേക്കുക. അതൊരു ഇൻടാഞ്ചിബിൾ അസറ്റ് കൂടിയാ, ഫിക്റ്റീഷ്യസ് അല്ല. ഗുഡ് വില്ല് ഇൻടാഞ്ചിബിളാ. പ്രത്യേകിച്ച് അതിന് വലിയ എന്തില്ല, വാല്യൂ ഒന്നുമില്ല. ഗുഡ് വില്ലിനെ കുറിച്ച് സെപ്പറേറ്റ് ഒരു വീഡിയോ ഇടും. എങ്ങനെയാണ് ഗുഡ് വില്ല്, എന്താണ് ഗുഡ് വില്ല്, ശരിക്കും ഗുഡ് വില്ലിന് വാല്യൂ ഉണ്ടോ? എന്റെ ഒരു ചോദ്യം ഇതാ, ഗുഡ് വില്ലിന് വാല്യൂ ഉണ്ടോ? ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം നിങ്ങൾ ആൻസർ കൃത്യമായിട്ട് അതാത് സമയത്ത് കമന്റ് ചെയ്തു പോകണം. ഓക്കെ, P&L ലോസ് കാണിക്കുമ്പോൾ കമ്പനിയിൽ എന്താ നഷ്ട അക്യുമുലേറ്റഡ് ലോസ് കിടക്കും ഇഷ്ടം പോലെ. പിന്നെ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ്, അതൊരു ഫിക്റ്റീഷ്യസ് അസറ്റാ, നോ വാല്യൂ അസറ്റാ. അപ്പൊ അതിന് പ്രത്യേകിച്ച് വിലയൊന്നുമില്ല. ഇതൊക്കെ ഇങ്ങനെ കുമിഞ്ഞുകൂടി അസറ്റ് സൈഡ് കിടക്കുക. പിന്നെ ഒരു കാര്യം നോക്കി, ഏറ്റവും രസകരമായ സംഭവം എന്ന് പറഞ്ഞാൽ കമ്പനിയിൽ കാണുന്ന ഒന്നാണ് ജനറൽ റിസർവ്. ജനറൽ റിസർവ്, വാട്ട് ഈസ് ജനറൽ റിസർവ്? നിങ്ങൾക്ക് ഇപ്പോൾ ഇതിന്റെ ഉത്തരം അറിയാമല്ലെങ്കിൽ ഇത് കണ്ടുപിടിക്കുക, അതിനുശേഷം കമന്റ് ചെയ്യുക. അതായത് ജനറൽ റിസർവ് പ്രോഫിറ്റിൽ നിന്നാണ് നമ്മൾ മാറ്റുന്നത്. പ്രോഫിറ്റിൽ നിന്ന് അതിന്റെ ഒരു പോർഷൻ റിസർവ് ആക്കി മാറ്റുന്നു. അതാണ് ജനറൽ റിസർവ്. പ്രോഫിറ്റ് ഉണ്ടോ കമ്പനിക്ക്? കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടോ? എന്റെ ചോദ്യം ഇതാണ്, കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടോ? കമ്പനിക്ക് പ്രോഫിറ്റ് ഇല്ല. പിന്നെ എങ്ങനെ ജനറൽ റിസർവ് ഉണ്ടായി? ഫാബ്രിക്കേഷനാ. ഇതിനകത്ത് ഒരു ന്യായീകരണവും ഇല്ല. മറ്റൊന്ന്, ബാങ്ക് ലോണിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് നോക്കി, 16%. ഇത്രയും ലോസ് ഉണ്ടാകുന്ന ഒരു കമ്പനിയെ സംബന്ധിച്ച് താങ്ങാൻ പറ്റുമോ? 16% പലിശയിലാണ് ലോൺ എടുത്തിരിക്കുന്നത്. ലോങ് ടൈം ലോണാണെന്ന് കരുതുക. പിന്നെ ഡിബഞ്ചേഴ്സിൽ ഇൻട്രസ്റ്റ് റേറ്റ് 18%. ഡിബഞ്ചേഴ്സിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് 18%. ഇതൊക്കെ ഈ കമ്പനിയെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ്. ഇപ്പൊ ഈ ബാലൻസ് ഷീറ്റ് ഒന്നുമെങ്കിൽ എന്താണ്, ഫേക്ക് ആണ്, റിയൽ അല്ല, ഫാബ്രിക്കേറ്റഡ് ആണ്. ഇതൊരിക്കലും ആ ബിസിനസിനെ ന്യായീകരിക്കുന്ന ഒന്നല്ല. ബിസിനസിന്റെ ശരിയായ ഫൈനാൻഷ്യൽ പൊസിഷൻ അല്ല ഇത്. ബിസിനസ്സിൽ ഫിക്റ്റീഷ്യസ് അസറ്റുകൾ അടിഞ്ഞുകൂടിയിരിക്കുന്നു, അല്ലെങ്കിൽ അക്യുമുലേറ്റഡ് ലോസസ് വന്നിരിക്കുന്നു, ഇൻടാഞ്ചിബിൾ അസറ്റ് വന്നിരിക്കുന്നു, അല്ലെങ്കിൽ എന്താ ഇല്ലാത്ത ജനറൽ റിസർവ്, അല്ലെ ഒരിക്കലും വരാൻ പറ്റില്ലാത്ത ജനറൽ റിസർവ് വന്നിരിക്കുന്നു. ഹൈ ഇൻട്രസ്റ്റ് റേറ്റാ ലോണുകൾക്കും ഡിബെഞ്ചറിനൊക്കെ. അല്ലെങ്കിൽ റിയൽ വാല്യൂ അല്ല ഇതിനകത്ത് കൊടുത്തേക്കണം, ഒന്നും ക്ലിയർ അല്ല, റിയൽ വാല്യൂ അല്ല. അപ്പൊ ഈ കാര്യം മനസ്സിലായി. ബാലൻസ് ഷീറ്റ് നോക്കിയപ്പോൾ തന്നെ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി. അപ്പം ആർക്ക്? നമ്മുടെ ABC ലിമിറ്റഡിന് കാര്യം മനസ്സിലായി. ഇവർ പറഞ്ഞ ഈ കാര്യമുണ്ട്, സംഭവം ശരിയാണ്. ഒന്നുകൂടി മനസ്സിലാക്കുക. കമ്പനി സ്റ്റാർട്ട് ചെയ്തു, അവർ 2015 സ്റ്റാർട്ട് ചെയ്തു. എല്ലാ വർഷവും ലോസ് ഉണ്ടായി. അവർക്ക് സഹായം വേണം. സഹായം അന്വേഷിച്ച് CA-ക്കാരൻ്റെ അടുത്ത് നിന്ന് അദ്ദേഹം പറഞ്ഞു ബാലൻസ് ഷീറ്റ് കൊണ്ടുവരാൻ. ഇതായിരുന്നു ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു കമ്പനി സിക്കാണെന്ന്. അപ്പൊ ഇവര് ചോദിച്ചു എന്തുകൊണ്ട് സിക്ക്, കാരണം എന്താന്ന് ചോദിച്ചു. അപ്പൊ പുള്ളി ജസ്റ്റിഫൈ ചെയ്ത് കാര്യങ്ങൾ പുള്ളി പറഞ്ഞ് പുള്ളി തെളിയിച്ച് ഇതാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. പിന്നെ എന്താ ഒരു മാർഗം? അവർ ചോദിച്ചു ABC കമ്പനി CA-ക്കാരനോട് അല്ലെങ്കിൽ കൺസൾട്ടൻസിയോട് ചോദിച്ചു ഞങ്ങൾ എന്ത് ചെയ്യും, ഒന്ന് റിവൈവ് ചെയ്യാൻ പറ്റുമോ, കമ്പനിയെ ഒന്ന് പുനർജീവിപ്പിക്കാൻ പറ്റുമോ? നമ്മളും അങ്ങനെയല്ലേ, നമുക്ക് എന്തെങ്കിലും ഒരു അസുഖ കാര്യങ്ങളോ വന്നാൽ നമ്മൾ ഡോക്ടറെ അടുത്ത് ചെല്ലും. നമ്മൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുവോ? അതാ നമ്മുടെ ആയിത്തറേണ്ട ചോദ്യം. അല്ലെങ്കിൽ രോഗി മരിച്ചു പോവോ? അപ്പോൾ ഈ കമ്പനി ഇനി വൈൻഡപ്പ് ചെയ്യേണ്ടി വരുമോ, അല്ലെങ്കിൽ ലിക്വിഡേറ്റ് ചെയ്യേണ്ടി വരുമോ? ഇനി കമ്പനിക്ക് ഒരു രക്ഷയുണ്ടോ എന്ന് ചോദിച്ചു. അല്ലെങ്കിൽ ഇങ്ങനെയാ ചോദിക്കണേ. അല്ലെങ്കിൽ അതിന്റെ ചോദ്യം ഇതാണ്, ലോസ് മേക്കിംഗ്, ലോസിൽ നിന്ന് പ്രോഫിറ്റിലേക്ക് വരുവാൻ ഒരു സാധ്യതയുണ്ടോ? ലോസിൽ നിന്ന് ഇപ്പൊ ലോസാണ് കമ്പനി, ലോസാണ് എല്ലാ വർഷവും, അതിൽ നിന്ന് പ്രോഫിറ്റിലേക്ക് വരാനൊരു സാഹചര്യമുണ്ടോ, അവസരമുണ്ടോ, അല്ലെങ്കിൽ പ്രോഫിറ്റിലേക്ക് കമ്പനി വരുമോ എന്ന് ചോദിക്കും. അതിനകത്ത് തെറ്റില്ല, ആരായാലും ചോദിക്കും. ലോസിൽ നിന്ന് പ്രോഫിറ്റിലേക്ക് വരുവാൻ എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അവർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, സംഭവമൊക്കെ പോസിബിളാ. എങ്ങനെയാ? അതിനുള്ള മാർഗമാണ് നമ്മൾ ഈ പരസ്യം കാണുമല്ലോ TV-യിൽ. അതിനുള്ള മാർഗം ഇതാണ്, അതിനുള്ള സൊല്യൂഷൻ ഇത്. സൊല്യൂഷൻ ഉണ്ടോ എന്ന് ചോദിച്ച്, സൊല്യൂഷൻ അവരെന്താ ചോദിച്ചേ? അവർ ചോദിച്ചത് എന്താണ്? അവർ ചോദിച്ചതാണ് സൊല്യൂഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു. സൊല്യൂഷൻ, ഈ സിക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു സൊല്യൂഷൻ, റിവൈവ് ചെയ്യാൻ പറ്റുമോ, റിവൈവൽ പറ്റുമോ? അപ്പൊ അതിനുള്ള സൊല്യൂഷനാണ് ഇത്, ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ. ഓക്കെ, എന്റെ ചോദ്യം ഇതാണ്, വാട്ട് ഈസ് ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ? ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ മീൻസ്, ഇവിടെ കാണുക ബാലൻസ് ഷീറ്റ് ആണ്. ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ മീൻസ് റീഓർഗനൈസേഷൻ ഓഫ് ദ എക്സിസ്റ്റിംഗ് ഫൈനാൻഷ്യൽ സ്ട്രക്ചർ ഓഫ് എ കമ്പനി. അതായത് നമ്മുടെ ഈ എക്സിസ്റ്റിംഗ് കമ്പനി ഏതാ, ABC, അവരുടെ ഫൈനാൻഷ്യൽ സ്ട്രക്ചർ നമ്മൾ ഈ കാണുന്നത്, അതിന്റെ റീഓർഗനൈസേഷൻ. ഇത് മൊത്തത്തിൽ ഒന്ന് ഉടച്ചു വാർക്കണം, റീകൺസ്ട്രക്ട് ചെയ്യണം. മനസ്സിലായല്ലോ? ഇത് മൊത്തം മാറ്റം വരുത്തണം. അതാണ് ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ. അങ്ങനെ ചെയ്താൽ കമ്പനി രക്ഷപ്പെടുമെന്ന് ആര് പറയുകയാണ്? CA-ക്കാരൻ പറയുകയാണ്, അല്ലെങ്കിൽ കൺസൾട്ടന്റ് പറയുകയാണ്, കൺസൾട്ടൻസിയിൽ നിന്ന് പറയുകയാണ്. അപ്പൊ ഇവിടെ ചെയ്യുന്ന കാര്യമാണ് ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ. ഇനി എന്താണ് ഇന്റേണൽ റീകൺസ്ട്രക്ഷന് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം തന്നെ നോക്കാം.
അതിൽ സംഭവിക്കുന്ന പല കാര്യങ്ങൾ സംഭവിക്കും, പല രീതിയിലായിരിക്കും പല പ്രോബ്ലത്തിലും കാണുന്നത്. ഓക്കെ, എങ്കിലും നമുക്കൊന്ന് പറയാം. ഒന്ന് സംഭവിക്കുന്ന കാര്യങ്ങളിൽ ഒന്നാമത്തെ ഒരു കാര്യമാണ് റീവാലുവേഷൻ ഓഫ് അസറ്റ്സ്. റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് അതായത് എന്താ, അസറ്റുകളെ റീവാല്യൂ ചെയ്യുന്നു. നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട് മെഷീനറി, ബിൽഡിംഗ്, ഫർണിച്ചർ. ഇതിന്റെ ഒന്നും റിയൽ വാല്യൂ അല്ല, ഡിപ്രീസിയേഷൻ ഒന്നും ഇല്ല. ചിലപ്പോൾ അപ്രീസിയേഷൻ ചില സാഹചര്യങ്ങളുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയുന്നതിനുള്ള ആ ഒരു റീവാലുവേഷൻ നടത്തുക, അസറ്റുകളുടെ റീവാലുവേഷൻ നടത്തുക. അതായത് ഡിപ്രീസിയേഷൻ കൊടുക്കണമെങ്കിൽ ഡിപ്രീസിയേഷൻ കൊടുക്കുക, അപ്രീസിയേഷൻ കൊടുക്കുക. അപ്പോൾ റീവാലുവേഷൻ ഓഫ് അസറ്റ്സ്. അപ്പോൾ ഈ മെഷീനറിയുടെ ഒക്കെ വില ഡിപ്രീസിയേഷൻ റേറ്റ് കൊടുത്ത് റീവാല്യൂ ചെയ്ത് എഴുതുക. രണ്ടാമത് എന്ത് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്, റൈറ്റ് ഓഫ് ചെയ്യുക. റൈറ്റ് ഓഫ് എഴുതി തള്ളുക. എന്താ എഴുതി തള്ളണ്ടേ, നമുക്ക് ഗുഡ് വില്ല് എഴുതി തള്ളാം. കാരണം ഇത്രയും മോശമായിട്ടുള്ള ബിസിനസ്സിന് ആര് ഗുഡ് വില്ല് കൊടുക്കും? വാല്യൂ ഓഫ് റെപ്യൂട്ടേഷൻ ഉണ്ടോ ഇല്ലയോ? ഇല്ല. ഗുഡ് വില്ലിന് എന്ത് ചെയ്യാം, എഴുതി തള്ളാം. അപ്പോൾ വൈപ്പ് ഔട്ട് ചെയ്യാം. എന്തിനാ വൈപ്പ് ഔട്ട് ചെയ്യാം? അല്ലെ റൈറ്റ് ഓഫ് ചെയ്യാം. വൈപ്പ് ഔട്ട് ചെയ്യുന്നതിന് എന്തിനാ റൈറ്റ് ഓഫ് ചെയ്യാം? വൈപ്പ് ഔട്ട് ചെയ്യുന്നതിന്റെ വീണ്ടും റൈറ്റ് ഓഫ് ചെയ്യുന്നതിന് 3 നമ്പർ ഇട്ടെന്നേ ഉള്ളൂ, 2 തന്നെ. വൈപ്പ് ഔട്ട് ചെയ്യുന്നതിന് നമ്മുടെ ലോസിനെ എഴുതി തള്ളാം. നമുക്കൊരു ലോസ് ഉണ്ടായിട്ടുണ്ട്, അക്യുമുലേറ്റഡ് ലോസിന് എഴുതി തള്ളാം. അതുപോലെ ഫിക്ടീഷ്യസ് അസറ്റുകളെയും എഴുതി തള്ളാം. ലോസിന് എഴുതി തള്ളാം, ഫിക്ടീഷ്യസ് അസറ്റുകളെയും നമുക്ക് എഴുതി തള്ളാം. അപ്പോൾ ഒന്നാമത്തെ കാര്യമായിരുന്നു റീവാലുവേഷൻ ഓഫ് അസറ്റ്. രണ്ടാമത്തെ ആയിരുന്നു അസറ്റുകൾ കാണാൻ സാധിക്കുന്നില്ലേ, അസറ്റുകളെ ഇപ്പൊ 2 ലക്ഷം എന്നുള്ള റീവാല്യൂ ചെയ്യുമ്പോൾ 1,60,000 ആകും, അല്ലെങ്കിൽ 1,20,000 ആകും. നമുക്ക് റീവാല്യൂ ചെയ്യാം. അപ്പോൾ റൈറ്റ് ഓഫ് ചെയ്യാം. എന്തിനെയൊക്കെ റൈറ്റ് ഓഫ് ചെയ്യുന്ന എന്തിനാ? ഗുഡ് വില്ലിനെ നമുക്ക് റൈറ്റ് ഓഫ് ചെയ്യാം. P&L അതായത് ലോസ് ഉണ്ടായേക്കണേ. ഒരു കാര്യം ഓർത്തോളം, ക്രെഡിറ്റ് സൈഡിൽ P&L തന്നെങ്കിൽ പ്രോഫിറ്റ് നടത്താം. നോട്ട് ക്രെഡിറ്റ് സൈഡ്, ലയബിലിറ്റി സൈഡിലാണെങ്കിൽ P&L തന്നിരിക്കുന്നതെങ്കിൽ അത് പ്രോഫിറ്റ് ആണ്. അസറ്റ് സൈഡിൽ തന്നേക്കണമെങ്കിൽ അത് ലോസ് ആണ്. ഇപ്പൊ അസറ്റ് സൈഡിൽ അപ്പൊ P&L എഴുതി തള്ളാം. അതുപോലെ ഫിക്ടീഷ്യസ് അസറ്റ് എന്താണെന്ന് നിങ്ങൾക്കറിയാം, നോ വാല്യൂ അസറ്റ് ആണ്. ഇവിടെ ഫിക്ടീഷ്യസ് അസറ്റ് ഉണ്ടെന്നാ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ്, അത് നിങ്ങൾക്ക് എഴുതി തള്ളാം. അപ്പൊ തന്നെ ബാലൻസ് ഷീറ്റ് അസറ്റ് സൈഡിലെ കുറെ ഐറ്റങ്ങൾ കുറയും, ഇല്ലാതാവും, വാല്യൂ ചെറുതാവും. ഓക്കെ, ഇത്രയും മാത്രം ചെയ്താൽ മതിയോ? ഇപ്പൊ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡ് വാല്യൂ കുറഞ്ഞു വന്നു, ലയബിലിറ്റി സൈഡ് ഇപ്പോഴും പഴയ പോലെ കിടക്കുക. അങ്ങനെ പറ്റും ഒരു ബാലൻസ് ഷീറ്റിനെ സംബന്ധിച്ച്. 2 സൈഡും ഒരുപോലെ ആയിരിക്കണം. ഇപ്പൊ നമ്മൾ ചെയ്തത് ഈ 2 കൂട്ടം കാര്യങ്ങളാണ്. ഈ 2 കൂട്ടം കാര്യങ്ങളാണ് നമ്മൾ ചെയ്തത്. റീവാലുവേഷൻ ഓഫ് അസറ്റ്സും റൈറ്റിംഗ് ഓഫും. ഈ 2 കാര്യങ്ങളാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഈ ഒരു കാര്യം വ്യക്തമായെന്ന് വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് ലയബിലിറ്റി സൈഡ് നോക്കാം. ലയബിലിറ്റി സൈഡിൽ ആദ്യത്തെ ആളാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സും. 2 പേരെ നമുക്ക് കാണാൻ പറ്റും, ഇക്വിറ്റി ഷെയർ ഹോൾഡറും പ്രിഫറൻസ് ഷെയർ ഹോൾഡറും. അവരുടെ നമുക്ക് നെഗോസിയേഷൻ നടത്താം, അവരുടെ കാര്യം പറയണം വളരെ പൊളൈറ്റ് ആയിട്ട്. അതെ, നമ്മുടെ കമ്പനി നഷ്ടത്തിലാണ് വർഷങ്ങളായിട്ട്, അറിയാലോ. ഈ കമ്പനി ഒന്നുകിൽ എന്ത് സംഭവിക്കും, രോഗി മരിക്കും എന്ന് പറഞ്ഞ പോലെ ഒന്നുകിൽ അങ്ങ് വൈൻഡപ്പ് ചെയ്യേണ്ടി വരും, ഇല്ലാണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും കൂടി ഒന്ന് ശ്രമിക്കുവാണെങ്കിൽ കമ്പനി നമുക്ക് രക്ഷപ്പെടുത്താം, റിവൈവ് ചെയ്യാം. സിക്കായിട്ടുള്ള കമ്പനി നമുക്ക്, അല്ലെങ്കിൽ ലോസ് ഉണ്ടാക്കുന്ന കമ്പനി നമുക്ക് പ്രോഫിറ്റിലേക്ക് എത്തിക്കാൻ പയ്യെ. നിങ്ങൾ അതിന് തയ്യാറാണ്. അതായത് ഡോക്ടർ ചിലപ്പോൾ ചോദിക്കും, ഒരു സർജറി കൂടെ നിങ്ങൾക്ക് വേണേൽ പേഷ്യന്റ് രക്ഷിക്കാം, നിങ്ങൾ അതിന് റെഡിയാണോ, നിങ്ങൾ റിസ്ക് എടുക്കാൻ റെഡിയാണോ ചോദിക്കൂലേ? അതുപോലെ ചോദിക്കും. എന്നിട്ട് അവരോട് നെഗോഷിയേറ്റ് ചെയ്യും. എന്തെന്ന്, നിങ്ങളുടെ ഇപ്പോൾ ഒരു ഷെയറിന്റെ വാല്യൂ എത്രയാ? 10 രൂപയാണ്. അത് 5 കുറയ്ക്കാൻ സമ്മതിക്കണം. ശരിയല്ലേ? 5 കുറച്ച് എന്ത് സംഭവിക്കും? ഈ 3 ലക്ഷം എന്നുള്ള 1.5 ലക്ഷം ആക്കി കുറയ്ക്കാൻ പറ്റും ലയബിലിറ്റി. അപ്പോൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് എടുത്ത് എന്നും പറയും. ഇപ്പൊ 5 ഞാൻ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. അവരുടെയും ഇപ്പൊ ഷെയറിന്റെ വില എത്രയാ? 10. നിങ്ങളൊന്ന് സമ്മതിക്കുക, കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. ഇത് 5 രൂപയാവുകയാണെങ്കിൽ എത്രയാവും? ഇത് 1 ലക്ഷം എന്നാവും. ഇവിടെ 1.5 എന്നാവൂലായിരുന്നോ? ഇവിടെ 1.5 എന്നാവുന്ന പോലെ ഇവിടെ 1 ലക്ഷം ആവും. നിങ്ങൾ 5 രൂപയാക്കുവാണെങ്കിൽ, 5 രൂപ ആക്കുകയാണെങ്കിൽ. അപ്പൊ അവരോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കും. അല്ലെങ്കിൽ ഒന്നും കിട്ടൂല. കാരണം എല്ലാവരും കൊടുത്തു കഴിഞ്ഞാൽ അവസാനം പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് അതും കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും അവസാനം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുള്ളൂ. നിങ്ങൾ ഇതിന് സമ്മതിക്കുകയാണെങ്കിൽ എന്തെങ്കിലും കിട്ടും, അല്ലെങ്കിൽ ഒന്നും കിട്ടൂല. അപ്പൊ അവരെന്ത് ചെയ്യും? ഒരു നോർമലി സാധാരണഗതി സമ്മതിക്കും. അതുപോലെ ഇവനെ അങ്ങ് എഴുതി തള്ളും. ആരെ? ജനറൽ റിസർവ്. ഈ ഒരു സാധനം ഉള്ളതാണോ സത്യത്തിൽ? ഫേക്കാ സത്യത്തിൽ. എല്ലാ സാഹചര്യത്തിലും അങ്ങനെയാണെന്ന് ഞാൻ പറയൂല. കാരണം ചില ബിസിനസ്സുകൾ തുടക്കകാലത്തൊക്കെ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ട് പിന്നെ ആയിരിക്കും ലോസ് ഉണ്ടാക്കുന്നത്. ഞാൻ ഒരു സാഹചര്യമാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പൊ ജനറൽ റിസർവ് നമ്മൾ എന്ത് ചെയ്യും? എഴുതി തള്ളും. അപ്പൊ ആ ഒരു എമൗണ്ട് അവിടെ നിന്ന് മാറിക്കിട്ടും. അടുത്ത ബാങ്കിനെ സമീപിക്കും. അവരോടുള്ള കാര്യം പറയും. ബിസിനസിന്റെ അവസ്ഥയൊക്കെ അറിയാലോ, എത്ര അസറ്റ് റിയലൈസ് ചെയ്താലും നിങ്ങൾക്ക് ഉള്ളതൊന്നും കിട്ടൂല. അപ്പൊ നിങ്ങൾ 2 കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യണം. ഒന്ന് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കണം. ഈ 16 ഒന്നും ഞങ്ങൾ താങ്ങൂല, ഒരു 8%.
അല്ലെങ്കിൽ ഒരു 10% തരാം. അപ്പോൾ നിങ്ങളുടെ എമൗണ്ട് എത്രയാ 2,50,000 അതൊരു 1,50,000 ആയിട്ട് കുറച്ച് തരണം. അങ്ങനെയാണെങ്കിൽ അതെങ്കിലും കിട്ടുമെന്ന് ആലോചിക്കണം. അല്ലെങ്കിൽ അതുപോലും കിട്ടൂല. അവരും സമ്മതിക്കും. നെഗോഷിയേറ്റ് ചെയ്യുമോ നമ്മള്. ഒക്കെ അടുത്ത ഡിബഞ്ചർ ഹോൾഡേഴ്സിനെ കണ്ടിട്ട് പറയും 18% ഡിബഞ്ചർ, 18% ഇൻട്രസ്റ്റ് ഒന്നും തരാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കൂല, ഞങ്ങളൊരു 12% തരാം, അല്ലെ 10% തരാം. ഇതെല്ലാം ഞാനൊരു ഇമാജിനറി ഫിഗേഴ്സ് ഇട്ടതാ കേട്ടോ. ഓക്കെ, ഒരു 12% 10% തരാം, സമ്മതിക്കാമോ? അതുപോലെ ഇവരുടെ ഈ 4 ലക്ഷം എന്നുള്ള എമൗണ്ട് എത്രയാക്കുക? എമൗണ്ടിൽ ഒരു മാറ്റം വരുത്താൻ സാധ്യമാണോ എന്ന് ചോദിക്കും. നെഗോസിയേറ്റ് ചെയ്യും. അതായത് മാക്സിമം ശ്രമിക്കുക കുറച്ച് കിട്ടാൻ, മാക്സിമം, എങ്കിൽ മാത്രമേ കമ്പനിക്ക് എന്തുള്ളൂ, ഒരു നിലനിൽപ്പുള്ളൂ. അതിനുശേഷം വേണം ക്രെഡിറ്റേഴ്സിനെ സമീപിക്കാൻ. ഞങ്ങൾ നിങ്ങൾക്ക് ഇപ്പൊ 2 ലക്ഷം രൂപ തരാനുണ്ട്. ബിൽസ് പേബിളും ഉണ്ട്. ബിൽസ് പേബിളും ക്രെഡിറ്റേഴ്സും രണ്ടും ഒന്ന് തന്നെ സത്യത്തിൽ. 2 പേരിൽ പ്രസന്റ് ചെയ്തിട്ടുള്ളൂ. അവരെ സമീപിച്ച് എന്ത് പറയും? ക്രെഡിറ്റേഴ്സിനോട് പറയും 2 ലക്ഷം ഉണ്ട്, ഞങ്ങൾ 2 ലക്ഷം തരില്ല, 1.5 ലക്ഷം തരാം. എത്ര? 1.5 ലക്ഷം ആക്കാമോ എന്ന് ചോദിക്കും. 1,50,000 ആക്കാമോ എന്ന് ചോദിക്കും. അവർ സമ്മതിക്കേണ്ടി വരും. കാരണം എന്നാ, അല്ലെങ്കിൽ ഒന്നും കിട്ടാത്ത അവസ്ഥയാണ്. അവരുടെ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തും. അപ്പോൾ ബിൽസ് പേബിളിനോട് പറയും നിങ്ങൾ ഒരു 2 ലക്ഷം ആക്കിത്താ, കുറച്ചതാ ഞങ്ങൾ ചെയ്യാം. അല്ലെങ്കിൽ അപ്പൊ ഇങ്ങനെ അസറ്റ് സൈഡിലും ലൈബിലിറ്റി സൈഡിലും എന്ത് സംഭവിക്കും? ഒരു റീ ഓർഗനൈസേഷൻ നിങ്ങളിപ്പോൾ ഇവിടെ കണ്ട്. ശരിയല്ലേ? ഞാൻ ഇവിടെ ഒന്നും കുറച്ചിട്ടില്ല. ഇതൊക്കെ റൈറ്റ് ഓഫ് ചെയ്യും. കുറെ പേര് കുറയ്ക്കും, കുറെ എമൗണ്ട് ഒക്കെ കുറച്ച് കാണിക്കും. ഇവിടെയാണ് നമ്മൾ കണ്ടത്. ഇതാണ് ഒരു ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ. ഇതാണ് സത്യത്തിൽ എന്ത് ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ. സോ ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ മീൻസ് റീ ഓർഗനൈസേഷൻ ഓഫ് ദ എക്സിസ്റ്റിംഗ് ഫൈനാൻഷ്യൽ സ്ട്രക്ചർ. എക്സിസ്റ്റിംഗ് ഫൈനാൻഷ്യൽ സ്ട്രക്ചർ ഓഫ് എ കമ്പനി. എന്താ ഇത്? പാർട്ണർഷിപ്പ് ആണോ? നോ, കമ്പനി. വിത്തൌട്ട് ഫോമിങ് എ ന്യൂ കമ്പനി. ഇവിടെ കമ്പനിയുടെ പേരെന്താ? ABC. വേറെ കമ്പനി ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ല. വേറൊരു കമ്പനി ഇവിടെ ഉണ്ടാക്കിയിട്ട് പോലും ഇല്ല. കമ്പനിക്ക് പഴയ പേര് തന്നെയാണ്. ക്ലിയർ അല്ലേ? കാര്യം ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഇവരെല്ലാം സമ്മതിക്കുവാണ്. ഇവരെല്ലാം എന്ത് ചെയ്യുക? ഇവരെല്ലാം കാര്യങ്ങളൊക്കെ സമ്മതിക്കും. ഞങ്ങൾ ഓക്കെ എന്ന് പറയും. ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സാധ്യമാവും? സിക്കായിട്ടുള്ള കമ്പനി എന്ത് ചെയ്യും? മൊത്തത്തിൽ അപ്പൊ ഈ ബാലൻസ് ഷീറ്റ് മാറും ഇനി കമ്പനിക്ക്. ഇനി ഇതല്ല ബാലൻസ് ഷീറ്റ്. നമ്മൾ ഇതിന്റെ പ്രോബ്ലം ചെയ്യുന്ന നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പൊ നിങ്ങൾക്ക് തിയറി, ആ കോൺസെപ്റ്റ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇതല്ല ഇനി പുതിയ ബാലൻസ് ഷീറ്റ്. ഇനി ഒരു റിവൈസ്ഡ് ബാലൻസ് ഷീറ്റ് വരും, പുതിയൊരു ബാലൻസ് ഷീറ്റ് വരും. അപ്പൊ ഇവിടെ എന്തൊക്കെയാണ് സംഭവിച്ചത്? നമ്മൾ 2 കൂട്ടം കാര്യം, അസറ്റ് സൈഡ് സംഭവിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ലൈബിലിറ്റി സൈഡ് എന്താ സംഭവിക്കണേ? ഇത് നമ്മളൊരു അസറ്റ് സൈഡിൽ സംഭവിക്കുന്ന കാര്യം പറഞ്ഞേക്കണേ. അസറ്റ് സൈഡിൽ സംഭവിക്കുന്ന കാര്യമാണ് പറഞ്ഞേക്കണം. ഇനി ലൈബിലിറ്റി സൈഡിൽ എന്താ സംഭവിക്കണേ? ലൈബിലിറ്റി സൈഡിൽ എന്ത് സംഭവിക്കും? ഓക്കെ, നമ്മൾ ക്യാപിറ്റൽ റിഡക്ഷൻ, അതായത് ക്യാപിറ്റൽ റെഡ്യൂസ് അല്ലെ ഓൾട്രേഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയാം. ക്യാപിറ്റൽ റിഡക്ഷൻ ഓർ ഓൾട്രേഷൻ ഓഫ് ക്യാപിറ്റൽ. അതായത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സും ഈ ഷെയർ ഹോൾഡേഴ്സ് എന്ത് ചെയ്യും? അവരുടെ ക്യാപിറ്റൽ ഇപ്പം 3 ലക്ഷം എന്നുള്ള 1.5 ലക്ഷമായിട്ട് കുറയും, അല്ലെ 2 ലക്ഷം എന്നുള്ള 1 ലക്ഷമായിട്ട് കുറയും. അത് സംഭവിച്ചു. ഒന്നാമത് സംഭവിച്ചു. പിന്നെ എന്നാ? റൈറ്റ് ഓഫ് ചെയ്യും. എന്ത്? ജനറൽ റിസർവ് നമുക്ക് റൈറ്റ് ഓഫ് ചെയ്യപ്പെടും. പിന്നെ നെഗോസിയേഷൻ നടക്കും. ആരുമായിട്ടാ? നെഗോഷിയേറ്റ് ചെയ്യണ ആരുമായിട്ടാ? ഡിബഞ്ചർ ഹോൾഡേഴ്സ്, അല്ലെങ്കിൽ ബാങ്ക് ലോൺ, അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേകളൊക്കെ ആയിട്ട് നെഗോസിയേഷൻസ് നടക്കും. അങ്ങനെ എന്ത് ചെയ്യും? ഇത് മൊത്തത്തിൽ എഴുതി തള്ളും. മൊത്തത്തില്ല, അവരും സമ്മതിക്കണം. എല്ലാ കാര്യങ്ങളും അതിന്റെ ഒരു സ്കീമുണ്ട്. ആ ഒരു രീതിയിൽ അവർ കാര്യങ്ങൾ സമ്മതിക്കണം. അപ്പോൾ നമ്മൾ വീണ്ടും ഒന്നുകൂടി എന്ത് ചെയ്യാൻ പോവാ? പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ സമ്മറൈസ് ചെയ്യാൻ പോവുകയാണ്. പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ഈ ഒരു കാര്യം നിങ്ങളൊന്ന് നോക്കി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് നോക്കാം. നമ്മുടെ ടോപ്പിക്ക് എന്തായിരുന്നു ടോപ്പിക്? നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിയാണ് പോകുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. നമ്മുടെ ടോപ്പിക്കാണ് ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ. എന്താണ് ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കമ്പനിയായിട്ട് ബന്ധപ്പെട്ടാണ്. ഇന്റേണൽ മീൻസ് വിത്തിൻ ദ കമ്പനി, റീകൺസ്ട്രക്ഷൻ മീൻസ് റീ ഓർഗനൈസേഷൻ. കമ്പനിക്കകത്ത് തന്നെ നടക്കുന്ന ഒരു റീ ഓർഗനൈസേഷൻ. എന്തിന്റെ? ഓഫ് ദ എക്സിസ്റ്റിംഗ് ഫൈനാൻഷ്യൽ സ്ട്രക്ചർ. ഇപ്പോൾ കമ്പനിക്കുള്ള എക്സിസ്റ്റിംഗ് ഫൈനാൻഷ്യൽ സ്ട്രക്ചർ, സാധാരണ നമ്മുടെ പഴയ ബാലൻസ് ഷീറ്റ് ഞാൻ ആദ്യമേ കാണിച്ചേ, അതിനെ റീഓർഗനൈസ് ചെയ്യുന്നതാണ് ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ. ഓക്കെ, അപ്പോൾ എന്താണ് ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു ചോദ്യമാണ് വൈ. എന്തുകൊണ്ടാണ് ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ? ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ ആവശ്യമുണ്ടോ? ഏത് സാഹചര്യത്തിലാണ് ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ ആവശ്യമുള്ളത്?
അതിന്റെ ഒരു സാഹചര്യമാണ് നമ്മൾ പറഞ്ഞു തീർന്നത്. ഇപ്പൊ ഒരു കമ്പനിയാണ്, കമ്പനിക്ക് നമ്മളൊരു പേരൊക്കെ ഇട്ടിരുന്നു. അപ്പൊ നമുക്ക് പറയുമ്പോൾ പേരിന്റെ ആവശ്യമുണ്ടോ? പേരിന്റെ ആവശ്യമില്ല. ഒരു കമ്പനി നമ്മൾ സെറ്റപ്പ് ചെയ്തു. നമ്മളല്ല, കമ്പനി പ്രൊമോട്ടേഴ്സ് എന്തൊക്കെ കമ്പനി ഉണ്ടാക്കി. അതിനുശേഷം കമ്പനി തുടർച്ചയായ വർഷങ്ങളിൽ 2015, 16, 17, 18 അങ്ങനെ പോവാം. ഞാനിപ്പോൾ ഉദാഹരണം എടുത്തേ ഉള്ളൂ. ലോസാണ്. കമ്പനിയിൽ എന്താണ്? ലോസാണ്. അപ്പൊ ഇവർക്കൊരു കൺഫ്യൂഷൻ, എന്താണ് ഈ ലോസിനുള്ള കാരണം? അവരോടെ ചെന്ന് ഒരു കൺസൾട്ടൻസി ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ അടുത്ത് ചെന്ന് അദ്ദേഹം എന്തായിരിക്കും ആവശ്യപ്പെട്ടത്? അദ്ദേഹം തീർച്ചയായിട്ടും ആവശ്യപ്പെട്ടത് ബാലൻസ് ഷീറ്റാണ്. കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് ആവശ്യപ്പെട്ടു. ബാലൻസ് ഷീറ്റ് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് എടുത്തുകൊണ്ടുവരാൻ പറഞ്ഞു. ഓക്കെ, ഒരു ബാലൻസ് ഷീറ്റ് പ്രസന്റ് ചെയ്തപ്പോൾ തന്നെ അവർ പറഞ്ഞു, എന്ത് പറഞ്ഞ്? കമ്പനി എന്താണ്? ബാലൻസ് ഷീറ്റ് നോക്കിയിട്ട് പറഞ്ഞ് കമ്പനി സിക്കാണ്. അതിന് കാര്യം ചോദിച്ചു, എന്തുകൊണ്ടാണ് കമ്പനി സിക്കായെന്ന് ചോദിച്ചപ്പോൾ അവർ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ബാലൻസ് ഷീറ്റ് നോക്കിയിട്ട് ഹൈലൈറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു കൊടുത്തു. അപ്പോൾ കമ്പനിക്ക് ഒരു കൺഫ്യൂഷൻ, ഇതൊരു പോസിബിൾ ആണോ, ഒരു മടങ്ങി വരെ ഉണ്ടാവുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, എന്ത്? റിവൈവൽ പോസിബിൾ ആണ്, റിവൈവ് ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞു. എങ്ങനെ റിവൈവ് ചെയ്യണേ? റിവൈവ് ചെയ്യാനുള്ള ഏക മാർഗമാണ് എന്ത്? ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ. റിവൈവ് ചെയ്യാനുള്ള ഏക മാർഗമാണ് ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ. അതിൽ കൂടെ റിവൈവ് ചെയ്യാൻ സാധ്യമാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ എങ്ങനെയാണ്, അതിന്റെ ഒരു കാര്യം പിടിയിട്ടില്ല എങ്ങനെയാ ചെയ്യുന്നതെന്ന്. അതിനുവേണ്ടി റീവാലുവേഷൻ നടത്തും. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യും? അതിനുവേണ്ടി റീവാലുവേഷൻ ഓഫ് അസറ്റുകളെ റീവാല്യൂ ചെയ്യുമെന്ന് പറഞ്ഞു. പിന്നെ എന്താ ചെയ്യണേ? റൈറ്റ് ഓഫ് ചെയ്യും. എന്തിനൊക്കെ റൈറ്റ് ഓഫ് ചെയ്യുന്നത്? ഗുഡ്വില്ല് റൈറ്റ് ഓഫ് ചെയ്യും, ലോസ് റൈറ്റ് ഓഫ് ചെയ്യും, ഫിക്ടീഷ്യസ് അസറ്റ്സ് റൈറ്റ് ഓഫ് ചെയ്യും. പിന്നെ നമ്മൾ കണ്ടായിരുന്നത് ജനറൽ റിസർവ് റൈറ്റ് ഓഫ് ചെയ്യും. ഇതൊക്കെ കണ്ടായിരുന്നത് ലയബിലിറ്റി സൈഡിലുള്ള. പിന്നെ ഒരു കാര്യമാണ്, അടുത്തൊരു കാര്യമാണ് വേറെ എന്താ അവർക്ക് ചെയ്യാവുന്നുള്ള വേറെ ഒരു ഓപ്ഷനാണ്. മൂന്നാമത്തെ ഒരു ഓപ്ഷനായിട്ട് നമുക്ക് പറയാം ക്യാപിറ്റൽ റിഡക്ഷൻ. നമ്മൾ പറഞ്ഞില്ലായിരുന്നോ? ക്യാപിറ്റൽ റിഡക്ഷൻ അല്ലെങ്കിൽ ഓൾട്ടറേഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റൽ മാറ്റം വരുത്തും. പിന്നെ നെഗോസിയേഷൻസ് നടത്തും. അതായത് അവർ സമ്മതിക്കും. അവസാനം നെഗോഷിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവരെന്ത് ചെയ്യും? സമ്മതിക്കുക. കുറച്ചോളാൻ പറയും, കുഴപ്പമില്ല, കുറച്ചോളാൻ പറയും. നെഗോസിയേഷൻസ് നടത്തും. ആരുമായിട്ട്? നെഗോഷിയേഷൻസ് നടത്തുന്ന ആരൊക്കെയായിട്ടാ? ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആയിട്ട്, ക്രെഡിറ്റേഴ്സ് ആയിട്ട്, ബിൽസ് പേബിൾ, ഈ ഒരു രീതിയിൽ അതൊക്കെ നടത്തും. അപ്പൊ ഈ ഒരു രീതിയിൽ കൂടെ എന്ത് പോസിബിളാ? ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ പോസിബിൾ ആണെന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾ ബാലൻസ് ഷീറ്റ് കണ്ടു. ഒരു എക്സിസ്റ്റിംഗ് കമ്പനി, എക്സിസ്റ്റിംഗ് ബാലൻസ് ഷീറ്റ്, എക്സിസ്റ്റിംഗ് ഫൈനാൻഷ്യൽ സ്ട്രക്ചർ. ഇത് മാറ്റം വരുത്തിക്കൊണ്ട് കമ്പനിയെ പുതുക്കി ഒരു നല്ല ഒരു രീതിയിലേക്ക്, അവസ്ഥയിലേക്ക് കൊണ്ടുവരികയാണ്. ഇതാണ് ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ. അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഇനി എനിക്ക് നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. അതിന്റെ എല്ലാ ആൻസർ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റായിട്ട് രേഖപ്പെടുത്തണം. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ട് തന്നെ ചോദിച്ചോളാം. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു ഓർഡറിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? അതിന്റെ ആൻസറുകൾ കമന്റ് ചെയ്യുക. ഓക്കെ, നമുക്കിനി ഇതിന്റെ ആവശ്യമില്ല, ഇത് മാറ്റുകയാണ്. ഓക്കെ, ഒന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ? ഒന്നാമത്തെ ചോദ്യമാണ്, വാട്ട് ഈസ് ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ? എന്താണ് ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ. ഓക്കെ, രണ്ടാമത്തെ ഒരു ചോദ്യമാണ്, വാട്ട് ഈസ് ഫിക്ടീഷ്യസ് അസറ്റ്? ഫിക്ടീഷ്യസ് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, ഇവിടെ ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ എന്താണെന്നാ ചോദ്യം. 2 ഫിക്ടീഷ്യസ് അസറ്റ്. 3 വാട്ട് ഈസ് ഗുഡ്വിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് ഗുഡ്വിൽ? നാലാമത്തെ ചോദ്യമാണ് ജനറൽ റിസർവ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് ജനറൽ റിസർവ് എന്ന് പറഞ്ഞാൽ എന്താണ്? 5 വാട്ട് ഈസ് ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബാലൻസ് ഷീറ്റിന്റെ ഒരു മീനിങ് ഉണ്ടല്ലോ. അപ്പോൾ ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അടുത്ത ഹൂ ഇസ് ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ ആരാണ്? ക്രെഡിറ്റർ ആരാണ് ഒരു കമ്പനിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ബിസിനസിനെ സംബന്ധിച്ച് ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? അടുത്ത 7ാമത്തെ ചോദ്യമാണ് ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ആൻസർ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, അടുത്ത ഒരു ചോദ്യമാണ് ഇക്വിറ്റി
ഷെയർസ്. ഇക്വിറ്റി ഷെയർ എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അടുത്ത 9ാമത്തെ ചോദ്യമാണ് പ്രിഫറൻസ് ഷെയർസ്. പ്രിഫറൻസ് ഷെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിഫറൻസ് ഷെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് ചോദ്യം. ഓക്കെ, ലാസ്റ്റ് ചോദ്യമാണ് 10ാമത്തെ ചോദ്യമാണ് വൈ ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ. എന്തുകൊണ്ടാണ് ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ നടത്തുന്നത്? ഓക്കെ, ഇന്നത്തെ നമ്മുടെ ഈ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിന്റെ കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കിയതാണ്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ ഒരു കോൺസെപ്റ്റ് മാത്രമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് ഇതിന്റെ പ്രോബ്ലമോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇതിന്റെ ആവശ്യമുണ്ട്. ഇനി നമ്മൾ അടുത്ത ക്ലാസ് ഇതിന്റെ ഒബ്ജക്റ്റീവ്സ്, കുറച്ച് തിയറി പോർഷൻസോടെ ഉണ്ട്. ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഇതിന്റെ ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണും. അതിനുശേഷം മെത്തേഡ്സ് അത് നമ്മൾ കാണും. പിന്നീട് നമ്മൾ ജേണൽ എൻട്രീസിലേക്ക് പോകും. ജേണൽ എൻട്രികൾ അല്ലെങ്കിൽ ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ എന്തൊക്കെ ആവശ്യമുണ്ട്, എന്തൊക്കെ അക്കൗണ്ട്സ് ആവശ്യമുണ്ട് മുതലായ കാര്യങ്ങൾ കാണും. അതിനുശേഷം നമ്മൾ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ ക്ലാസ് പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ ഇതിന്റെ എല്ലാം കമന്റുകൾ രേഖപ്പെടുത്തുക. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. താങ്ക് യു.